ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഡെസേർട്ട് ലവേഴ്സിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിരിക്കും ഗുലാബ് ജാമുൻ. അത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അതിൽ ഏറ്റവും പ്രധാനം നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് മിൽക്ക് പൗഡർ കൊണ്ടുള്ള ഗുലാബ് ജാമുനാണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് മിൽക്ക് പൗഡറാണ്. പിന്നെ നമ്മൾ മൈദ, ഒരു വളരെ കുറച്ച് മൈദയും കുറച്ച് റവയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷേ റവ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഗുലാബ് ജാമുനും ഉണ്ട്, പക്ഷേ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഗുലാബ് ജാമുനും ഉണ്ട്. അതിലെല്ലാം ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെല്ലാം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഗുലാബ് ജാമുൻ തന്നെയാണ്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മിൽക്ക് പൗഡറാണ്. ഇത് ഒരു 1 കപ്പാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ റവ, അത് വറുക്കാത്ത റവ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മൈദയാണ്. മൈദയും നമ്മൾക്ക് വളരെ കുറച്ചൊരു 1 ടേബിൾ സ്പൂൺ ആവശ്യമുള്ളൂ. പിന്നെ ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഏലക്കായൻ്റെ ഒരു 3 പോഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഷുഗർ സിറപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഏലക്ക, പിന്നെ അതുപോലെ റോസ് വാട്ടർ, പിന്നെ കുറച്ച് ലൈം ജ്യൂസ് വേണം, അതും 1 ടീസ്പൂൺ മതി. ഷുഗറും, പിന്നെ വെള്ളമാണ് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന്. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ റവയാണ്. അതിപ്പോൾ ഏത് ടൈപ്പ് റവ ആയാലും കുഴപ്പമില്ല, വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. ഞാൻ ഇവിടെ വറുക്കാത്ത റവ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മളിത് കുറച്ച് മാറ്റി വെച്ചേക്കുക. അതിപ്പോൾ നമ്മൾ എടുക്കുന്നില്ല, അത് കുറച്ച് നേരം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മളിത് മാറ്റി വയ്ക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ വലിയൊരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് 1 കപ്പ് മിൽക്ക് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മിൽക്ക് പൗഡർ ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല. ഇതൊരു 1 കപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്യുക, ഉപ്പാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യോ സൺഫ്ലവർ ഓയിലോ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു വിസ്കോ ഫോർക്കോ യൂസ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരിക്കലും നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മിക്സ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് നമ്മൾ വളരെ സോഫ്റ്റായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. അത് ഹാർഡായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡായി മാറും നമ്മുടെ ഗുലാബ് ജാമുൻ. അപ്പോൾ കഴിയുന്നതും സോഫ്റ്റായിട്ട് നമ്മൾ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച റവ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടു, ഇപ്പോൾ നമ്മൾ ഇതിൽ മിൽക്ക് ആഡ് ചെയ്യാതെ തന്നെ ഇത് ഓൾമോസ്റ്റ് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വളരെ ശ്രദ്ധിച്ച് വേണം ഇതിലേക്ക് ഇനി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ റവ മിക്സിൽ നമ്മൾ ആദ്യമേ തന്നെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾക്ക് ഇതിലേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വാട്ടർ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഇത് ഓൾമോസ്റ്റ് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിനി മിൽക്ക് ആഡ് ചെയ്യുക. അതൊരു 1 ടേബിൾ സ്പൂൺ ആദ്യം ഒന്ന് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. ഇനി നന്നായിട്ട് വളരെ സ്ലോലി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നന്നായി നല്ല ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു 15 മിനിറ്റ് ഇതിങ്ങനെ തന്നെ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു ക്ലിങ് ഫിലിം അല്ലെങ്കിൽ നനഞ്ഞ ടവൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് മാറ്റി വയ്ക്കേണ്ടത്.
നമ്മളിത് ഇങ്ങനെ ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണ്. ആ നേരം കൊണ്ട് നമുക്കിനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ എത്രയാണോ വാട്ടർ എടുക്കുന്നത് അത്രയും തന്നെ നമ്മൾ ഷുഗറും എടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ 1 കപ്പ് ഷുഗർ എടുക്കുമ്പോൾ 1 കപ്പ് വാട്ടർ ആഡ് ചെയ്യുക. നമുക്കിനി അത്ര മധുരം ആവശ്യമില്ല, ഒരുപാട് മധുരം ആവശ്യമില്ല, മധുരം കുറച്ച് കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് വരെ വെള്ളം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 1 കപ്പ് ഷുഗറാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 1.5 കപ്പ് വെള്ളം ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 3 പോട് ഏലക്ക ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്. അത് നമ്മുടെ ഷുഗർ ക്രിസ്റ്റലൈസേഷനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ്. ഇത് ആവശ്യമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓൺ ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു നമ്മളിങ്ങനെ നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ബോയിൽ ആയതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ്സും കൂടെ ഒന്ന് ബോയിൽ ചെയ്താൽ മതി. നമ്മുടെ ഈ ഷുഗറൊക്കെ ഒന്ന് ശരിക്കും മെൽറ്റായി വരും. അപ്പോഴത്തേക്കും അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ഒരുപാട് ഇങ്ങനെ തിളപ്പിച്ച് നമ്മൾ നൂൽപ്പരുവം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് സാഫ്രൺ ഉള്ളവർക്ക് അതും ആഡ് ചെയ്യാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് തിളയ്ക്കുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ നന്നായി മെൽറ്റായി ബോയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 1 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിതിൻ്റെ ലിഡിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യണേ. ഈ സമയം നമ്മുടെ ഡോ എന്തായെന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ അത്ര സ്മൂത്ത് അല്ലാന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ 1 ടീസ്പൂൺ പാലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് 1 ടീസ്പൂൺ മിൽക്കിൻ്റെ ആവശ്യം കൂടി ഉള്ളതായിട്ടാണ് തോന്നുന്നത്. വളരെ സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ച് നോക്കുക. ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂണും കൂടെ ഞാൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ ഈ മിൽക്ക് മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് പ്രസ് ചെയ്ത് തിരുമേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ടോട്ടൽ ഒരു 4 ടീസ്പൂൺ മിൽക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറിയൊരു ബോൾസാക്കി ഉരുട്ടി നോക്കാം. നമ്മുടെ കൈയിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് പതിയെ നമ്മളിങ്ങനെ സോഫ്റ്റായിട്ട് തന്നെ ബോൾസ് ആക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ക്രാക്സ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കുറച്ചും കൂടെ വാട്ടർ ആഡ് ചെയ്യേണ്ടി വരും എന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോളാക്കിയിട്ട് നോക്കുക. എല്ലാം സ്മൂത്ത് സർഫസ് ആണെങ്കിൽ നമ്മൾ ഇനി മിൽക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ക്ലിം ഫിലിം ഇട്ടിട്ട് കവർ ചെയ്ത് വയ്ക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഇത് ചിലപ്പോൾ ഹാർഡായി മാറും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ സമയം നമ്മൾ ഫ്ലെയിം വളരെ ലോ ഇതിലാണ് വയ്ക്കുക. നമ്മൾ ഈ ഇത് ഫ്രൈ ചെയ്യുന്ന അത്രയും സമയം, ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്ലെയിം ഒരു കാരണവശാലും കൂടരുത്. കാരണം നമ്മൾ ഈ ബോൾസ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആയി പോവും. അപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ വേവാനും വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഇത് വളരെ ലോ ഫ്ലെയിമിൽ എണ്ണ ശരിക്കും അങ്ങ് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേശ്ശെ ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇടുന്ന സമയം തൊട്ട് തന്നെ നമ്മളിങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരിക്കുക ഓരോന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വശം മാത്രം ബ്രൗൺ ആവും. ടേൺ ചെയ്യാൻ വരുമ്പോഴത്തേക്കും അത് കരിയുന്ന പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഫുൾ ടൈം ഇങ്ങനെ ഓരോന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മളിത് എല്ലാ സൈഡും ഒരേപോലെ വേവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ടേൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കൈ എടുക്കാനേ പാടില്ല. കാരണം ഇത് ചൂടായി വരുന്നതനുസരിച്ച് പെട്ടെന്ന് ബ്രൗൺ കളറായി മാറും. പിന്നെ എല്ലാ ബോൾസും ഒന്നും എൻ്റെ ഒരേ സൈസല്ല. അപ്പോൾ ചെറുതായിട്ടുള്ളതൊക്കെ പെട്ടെന്ന് ബ്രൗൺ കളർ വരും. അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി ഇട്ട് കൊടുക്കുക.
നമ്മുടെ ഗുലാബ് ജാമുൻ ഇപ്പോൾ ഏകദേശം ഫ്രൈഡ് ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട സൈസിനേക്കാളും ഡബിളായി ഇപ്പോൾ തന്നെ. ഇനി ഇത് ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നും കൂടെ സൈസ് ഇൻക്രീസ് ചെയ്യും, കൂടി വരും. അപ്പോൾ നമുക്കത് ആറാനായിട്ട് അനുവദിക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തു വച്ചിരിക്കുകയാണ്. ഇതിനി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്യുള്ളൂ. ഷുഗർ സിറപ്പ് അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷമാണ് നമ്മളിതിട്ടിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. നമുക്കൊരു 5 to 10 minutes വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്തൊക്കെ ചൂടൊക്കെ ആറി തണുത്തിട്ടുണ്ട്. നമുക്കിനി ഷുഗർ സിറപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ ഷുഗർ സിറപ്പിലേക്കാണ് നമ്മൾ ഈ തണുത്ത ഫ്രൈ ചെയ്തത് ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ ബോയിൽ ചെയ്ത് വരുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. ഉടനെ തന്നെ ലിഡിട്ട് അടച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഇനി ഇങ്ങനെ ഒരു 2 hours നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. 2 hours ശേഷം മാത്രമേ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ട് 2 hours ആയിട്ടുണ്ട്. നമുക്കിതിന് തുറന്ന് നോക്കാം. വാവ്, കണ്ടോ, നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഡബിൾ സൈസായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുനെല്ലാം നല്ല സൈസൊക്കെ നല്ല ഡബിളായി വന്നിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇതിന് സെർവ് ചെയ്യാം.